നമസ്തേ എവരി വൺ. ഞാൻ പോമോഗ്രാനൈറ്റ് നമുക്കിതിൻ്റെ പ്രയോജനങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പ്രയോജനങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ കൊടുക്കുന്ന പൈസയെ കഴിഞ്ഞ് നമുക്ക് 10 ഇരട്ടി പ്രയോജനമാണ് പലപ്പോഴും. ഇത് വളരെ റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്. നമുക്ക് വളരെ പ്രയോജനമുണ്ട്. പോളിഫിനോൾസ്, ടാനീസ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ അതിനകത്ത് നമുക്ക് ഇപ്പം ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. BP നോർമലൈസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ലെവൽ നോർമലൈസ് ചെയ്യാൻ വളരെ നല്ലതാണ്. പ്രധാനമായിട്ട് നമ്മളെ ബാഡ് കൊളസ്ട്രോൾ അഥവാ LDL കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഈ ഓവറോൾ കാർഡിയോ വാസ്കുലർ ഹെൽത്ത്, ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു മരുന്നെന്ന് വേണേൽ പറയാം, പക്ഷെ നല്ല ഭക്ഷണവുമാണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന ആർട്ടറീസിനകത്ത് വരാവുന്ന ഈ ബ്ലോക്ക് വരാവുന്ന കാൽഷ്യത്തിൻ്റെ ഡിപ്പോസിറ്റ്സ്, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമുക്കിത് പ്രവർത്തിക്കാനായിട്ട് അതിനുള്ള പ്രോപ്പർട്ടീസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ കോശങ്ങളിലിടയ്ക്ക് വരുന്ന മൈന്യൂട്ട് ഇൻഫ്ലമേഷൻ പോലും ഇത് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി വളരെ കൂട്ടും. പിന്നെ അതിനകത്ത് തന്നെ ഒരു ഹൈ വൈറ്റമിൻ സിയുടെ കണ്ടൻ്റ് ഉണ്ട്. ഡൈജസ്റ്റീവ് ഹെൽത്ത് നിലനിർത്താനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഗട്ടിലെ നമ്മുടെ വയറ്റിലെ ബാക്ടീരിയ, കുടലിലെ ബാക്ടീരിയ നിലനിർത്താനായിട്ട്, പോസിറ്റീവ് ബാക്ടീരിയ നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ബൗൾസൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട്, വയറുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെ ലോ കാലറിയാണ്, ഹൈ ഫൈബർ കണ്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, പിന്നെ അതേപോലെ നമുക്ക് ഇതുപോലെ ആപ്പറ്റൈറ്റ് റെഡ്യൂസ് ചെയ്യും, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മാനേജ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഇൻസുലിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇൻസുലിൻ സെൻസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതിരിക്കാനായിട്ട് ഇത് പരിഹരിക്കും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചില ടൈപ്പ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ചില ക്യാൻസറുകളിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ചില ക്യാൻസർ സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും സെല്ല്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ചിന്താശക്തി, ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാനായിട്ട്, മെമ്മറി കൂട്ടാനായിട്ട്, ബ്രെയിൻ ഹെൽത്ത് കൂട്ടാനായിട്ട്, ഏജ് റിലേറ്റഡ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ വരുന്നത് അത് തടയാനായിട്ട്, ഇപ്പോൾ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിനെ തടയാനായിട്ട് നോക്കണം. അത് ഭയങ്കര ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ്, യൂത്ത്ഫുൾ സ്കിന്ന് നമുക്ക്, അപ്പോൾ ഈ റിങ്കിൾസൊക്കെ വരുന്നത് നമുക്ക് തടയാനായിട്ട്, സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട്, കൊളാജൻ പ്രൊഡക്ഷൻ, പിന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, വൂണ്ട് ഹീലിംഗ് വളരെ പെട്ടെന്നാക്കാനായിട്ട്, ടിഷ്യൂ റിപ്പയർ ചെയ്യാനായിട്ട്, ഡെൻ്റൽ പ്ലേഗ് പോലുള്ള, അപ്പോൾ ഗം ഡിസീസിനെ ചെറുക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിൽ ഫ്രഷ്നസ് കൊണ്ടുവരാനായിട്ട്, ഒരു നാച്ചുറൽ മൗത്ത് വാഷ് കൂടെ സ്ഥിരമായിട്ടത് കഴിക്കുന്നവരാണ്, ചവച്ച് കഴിക്കുന്നവരാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഈ വായുനാറ്റത്തിൽ നമ്മൾ വളരെ ഇതായിരിക്കും, പുറത്തു വരും. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസിനകത്തുണ്ട്. ബോൺ ഹെൽത്തിന് വളരെ നല്ലതാണ്. ബോൺ ഡെൻസിറ്റി കൂടാനായിട്ട്, ഓസ്റ്റിയോപൊറോസിസ് അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാനായിട്ട്, ആർത്രൈറ്റിസിൽ നിന്ന് പുറത്തു വരാനായിട്ട്, അതേപോലെ തന്നെ നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് വരാവുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അപ്പോൾ ശരീരത്തിൽ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ടും, സ്പേം ക്വാളിറ്റി കൂട്ടാനായിട്ടും, ഫെർട്ടിലിറ്റി ഇൻ മെൻ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ ഇതിൻ്റെ പ്രയോജനങ്ങൾ അറിയുവാണെങ്കിൽ നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും ഇത് കഴിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. ആൻഡ് സപ്പോർട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻ വിമൻ, മെനിസ്ട്രൽ സർക്കിൾ നേരെയാക്കാനായിട്ട്, അപ്പോൾ അതുപോലെ തന്നെ മെനിപ്പോസുമായിട്ട് വരാവുന്ന കുറേ പ്രശ്നങ്ങൾ ശരിയാക്കാനായിട്ട്, ബോഡിയിൽ വരാവുന്ന ഫ്ലാഷസ്, മൂഡ് സ്വിങ് കുറയ്ക്കാനായിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഈ UV റേസ് നമുക്ക് വന്നിട്ടുണ്ടാകുന്ന സ്കിന്നിന് വരാവുന്ന ഡാമേജ്, സൺബേൺ, ഇതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ വളരെ ന്യൂട്രീഷൻ റിച്ച് കമ്പോസിഷനാണ് ഇതിൻ്റെ. ഫോളിക്കിൾസ് ഗ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ
ഈ ഹെയറൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകാനായിട്ട്, ബ്രേക്കേജ് വരാതിരിക്കാനായിട്ട്, കാട്രാക്റ്റ് വരാതിരിക്കാനായിട്ട്, ഏജ് റിലേറ്റഡ് മസ്കുലർ ഡീജനറേഷൻ, ചിലപ്പം മസിൽസൊക്കെ വളരെ കുറഞ്ഞു പോകുന്ന, ലിവർ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്ക് ഡീടോക്സിഫൈങ്, നമ്മുടെ വളരെ ടോക്സിൻസ് നമ്മളിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്, ടോക്സിക് സബ്സ്റ്റൻസസ് റിമൂവ് ചെയ്യാനായിട്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസ് ഒഴിവാക്കാനായിട്ട്, ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട്, ജോയിൻറ്റ് പെയിൻ കളയാനായിട്ട്, അതുപോലെ ലങ്സിൻ്റെ ഫങ്ഷൻ മെച്ചപ്പെടുത്താനായിട്ട്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ്റെ പുറത്ത് കൊണ്ടുവരാനായിട്ട്, അതുപോലെ തന്നെ കൂടെ ആസ്മ വരുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒത്തിരി ഉള്ളൂ. അതുപോലെ തന്നെ കിഡ്നിക്ക് വളരെ നല്ലതാണ്, കിഡ്നി സ്റ്റോണിന് വളരെ നല്ലതാണ്. യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, UTIs എന്ന് പറയുന്നത്, അതിനും വളരെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ അലർജിയുടെ സിംറ്റംസ് കുറയ്ക്കാനായിട്ട്, അലർജിക്ക് റിയാക്ഷൻസിന് ഇത് കുറയ്ക്കാനായിട്ട്, മൂഡ് മെച്ചപ്പെടുത്താനായിട്ട്, അതുപോലെ ഡിപ്രഷനും ആങ്സൈറ്റിയും അതിനും വളരെ നല്ലതാണ്. എനർജി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, ഫറ്റീഗ് കുറയ്ക്കാനായിട്ട്, അതുപോലെ തന്നെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട്, അപ്പോൾ ഇൻസോമാനിയ മാറ്റിയിട്ട് അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടും. അതേപോലെ തന്നെ നമ്മൾ ശക്തമായി ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു എൻഡ്യൂറൻസ് റിക്കവറിയൊക്കെ കൊണ്ടുവരാനായിട്ട്, പലപ്പോഴും വരാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, ഇൻഫ്ലമേഷൻ, ഇതിൽ നിന്നെല്ലാം നമ്മളെ പ്രിവെൻറ്റ് ചെയ്ത്, പ്രത്യേകിച്ച് സ്കിന്നിൽ വരാവുന്ന ഇതെല്ലാം സോറിയാസിസ് പോലെ, എക്സീമ പോലുള്ള ഇതിനൊക്കെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് എസെൻഷ്യൽ ന്യൂട്രീഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഓവറോൾ ഹെൽത്തിനെ നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് മൊത്തം ഒരു മരുന്നായിട്ടൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ പല അസുഖത്തിൻ്റെ കണ്ടീഷൻസ് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കോംപ്ലക്ഷൻസ് നിലനിർത്താനായിട്ട്, റേഡിയൻ്റ് അപ്പിയറൻസ് നിലനിർത്താനായിട്ട്, എൻവയറമെൻറ്റിലുണ്ടാകുന്ന പൊള്യൂഷൻസ്, ടോക്സിൻസ്, ഇതൊക്കെ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബോഡിയുടെ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കാവുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട്, മെറ്റബോളിസം ശരിക്കും നിലനിർത്താനായിട്ട്, ന്യൂട്രീഷനെ പ്രോപ്പർലി അബ്സോർവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട്, ഡീഹൈഡ്രേഷന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ക്രോണിക് ഫാറ്റീഗ് വരുന്ന ആൾക്കാർക്ക് റെഗുലറായിട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സെല്ലുലാർ ഡാമേജ് വരുന്നതിന് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ നമ്മുടെ പ്രധാനമായിട്ടും പാത്വേയിൽ, പിന്നെ നമുക്കെപ്പോഴും ക്ലെൻസിങ്, അതുപോലെ തന്നെ ഗാൾ സ്റ്റോൺ നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട്, ഒഴിവാക്കാനായിട്ട്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും. പിന്നെ എക്സസീവ് ബ്ലീഡിങ് അതിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓവറോൾ ഒരു ഫിസിക്കൽ പെർഫോമൻസും സ്റ്റാമിനയും കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിനും ജോയിൻ്റ് ഹെൽത്തിനും, അതുപോലെ ബോഡിയുടെ മൊത്തത്തിലുള്ളൊരു നാച്ചുറൽ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ മെക്കാനിസം, ഇൻഫെക്ഷൻസിനെ പൊതുവെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഇങ്ങനെ ഓവറോൾ നോക്കുമ്പം ഈ മാതളനാരങ്ങ അഥവാ പൊമോഗ്രാനൈറ്റ് എന്ന് പറയുന്നത് വളരെ, ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്രൂട്ട് എന്നല്ല പറയേണ്ടത്, ഓവറോൾ ഒരു മെഡിസിൻ എന്ന് വേണം പറയാം. ഇപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുന്നോ, കാരണം അതിൻ്റെ പ്രൈസും അതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യയിലെ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമ്പോഴൊക്കെ എല്ലാ ദിവസവും തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 3 മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളിലും നിങ്ങളിൽ നിന്ന് സർക്കുലേറ്ററി ഇഷ്യൂസിനകത്തും, വെരിക്കോസ് വെയിന്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിലും നമ്മൾ ഒരു 10-40ഓളം അസുഖങ്ങളിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റത്തിനകത്തും, പിന്നെ ബോഡിയിലെ മൊത്തത്തിലുള്ള ടോക്സിൻസിനെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട്, ഇത്രയൊക്കെ മാറ്റം ഉണ്ടാകുമെങ്കിൽ പിന്നെ നമ്മളിത് റെഗുലറായിട്ട് കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാക്കാവുന്ന, നമുക്ക് ബോഡീനെ മൊത്തത്തിൽ റിപ്പയർ ചെയ്യാവുന്നതും, നമുക്ക് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ബോഡി വെയ്റ്റ് പോലും നമ്മളെ ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന അപൂർവങ്ങളായ ഒരു ഭക്ഷണം തന്നെയാണ്. ഭക്ഷണവും മരുന്നും എല്ലാമായിട്ട് നമുക്ക് എടുക്കാം. ഹൃദയത്തിനും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും, എല്ലാ അവയവത്തിനും കൺകണ്ട ഔഷധവും ഭക്ഷണവും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.